വാഴ്ത്തുമാറാകട്ടെ. കർത്താവിന്റെ ഓൾറെഡി നാഗലേന്ത്യ അനുഗ്രഹിക്കപ്പെട്ട ഗാനം പാടുവാനായിട്ട് നമുക്ക് ദൈവം സഹായിച്ചു സ്തുതിക്കാം. നാം അറിയുന്ന പോലെ 1905 ഏതായാലും അനാഥ കുഞ്ഞുങ്ങളുമായിട്ട് കർത്താവിദാസൻ ഈ പ്രദേശത്തേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ. ആ സമയത്താണ് ഈ റഹബോത്ത് പ്രോപ്പർട്ടി വാങ്ങുവാനായിട്ട് ദൈവം വഴിയൊരുക്കിയത്. അന്നത്തെ രേഖകളനുസരിച്ച് 1905 തന്നെയാണ് ഒരു ചെറിയ സഭാ കുടിവരവായിട്ട് ആരംഭിക്കാൻ ദൈവം ഇവിടെ ഒരു മുഖാന്തരം ഒരുക്കിയത്. കഴിഞ്ഞ 120 വർഷങ്ങളായിട്ട് ആ രീതിയിൽ ഈ സ്ഥലത്ത് കർത്താവിന്റെ സാക്ഷ്യമായിട്ട് ദൈവം നമ്മെ നിലനിർത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെ വീണ്ടും ദൈവജനമായിട്ട് ചില നാൾക്ക് ശേഷം നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് 105 സങ്കീർത്തനത്തിലേക്ക് തിരിയാം. 105 സങ്കീർത്തനം നമുക്ക് പരിചയമുള്ള സങ്കീർത്തനം തന്നെയാണ്. 105 സങ്കീർത്തനത്തില് ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അബ്രഹാം മുതൽ ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ഒക്കെ പേരുകൾ നമുക്ക് ആ സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ ഒരു വ്യക്തിയെ മാത്രം അതിൽ നിന്ന് എടുത്ത് നിങ്ങളുമായിട്ട് ചില കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ യോസേഫിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതുപോലെ മോശയെയും അഹരോനെയും കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നു. ദൈവം തന്റെ ജനത്തിന് വേണ്ടി ഉപയോഗിച്ച ദൈവഭക്തരായ വിശ്വാസവീരന്മാരായ ആളുകളെയാണ് നമുക്ക് അവിടെ ആ സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് അതിന്റെ 17, 18, 19 വാക്യങ്ങൾ മാത്രം ഒന്ന് വായിക്കാം. 105 സങ്കീർത്തനത്തിന്റെ 17, 18, 19 വാക്യം. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസേഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവന്റെ കാലുകളെ വിടവ് കൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കൊടുക്കുകയും ചെയ്തു. യോസേഫിന്റെ ചരിത്രം ഇസ്രായേൽ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നാം ധാരാളം കേട്ടിട്ടുള്ളതുമാണ്. ഇവിടെ നാം വായിച്ച ഭാഗത്ത് യോസേഫ് കാരാഗ്രഹത്തിൽ അനുഭവിച്ച ആ യാതനയുടെ ഒരു ചെറിയ ചിത്രം നമുക്കവിടെ അതിന്റെ 18 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 19 വാക്യത്തിൽ അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. മറ്റൊരു ട്രാൻസ്ലേഷൻ നമ്മൾ വായിക്കുന്നത് അവന് ഇരുമ്പ് നുകത്തിൻ കീഴിലായിരുന്നു എന്നുള്ളതാണ്. ഇരുമ്പ് നുകത്തിൻ കീഴിൽ ആയിരുന്നു. ഇതിന്റെ ഒരു വിശദീകരണം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: രാജാവിന്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിൽ അവനെ ആക്കി അവിടെ അവൻ അവിടെ കിടന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 38 അധ്യായത്തിലാണ് നമ്മൾ അത് കാണുന്നത്. 39 അധ്യായം അതിന്റെ 20 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഉൽപ്പത്തി 39 20 വാക്യം. യോസേഫിന്റെ യജമാനൻ അവനെ പിടിച്ചു രാജാവിന്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ കാര്യം രേഖപ്പെടുത്തുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ആ കുറ്റം ചുമത്തി ആ പോത്തിഫർ യോസേഫിനെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കിയപ്പോൾ രാജാവിന്റെ ബദ്ധന്മാർ കിടന്ന ആ കാരാഗ്രഹത്തില് അവൻ യാതന അനുഭവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ഒരു കാര്യം യോസേഫിന്റെ ജീവിതത്തിൽ അനുവദിച്ചു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നാം വായിച്ച ഭാഗത്ത് 17 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവർക്ക് മുൻപായി അവൻ ഒരാളെ അയച്ചു. ഇസ്രായേൽ ജനം ഇസ്രായേലിൽ എത്തുന്നതിന് മുമ്പായിട്ട് ചില വർഷങ്ങൾക്ക് മുൻപ് ദൈവം യോസേഫിനെ അവിടേക്ക് അയക്കുകയാണ്. യോസേഫിനെ അവർ ദാസനായിട്ടുവല്ലോ, അല്ലെങ്കിൽ അടിമയായിട്ട് യോസേഫ് ഇസ്രായേലിൽ എത്തിച്ചേരുകയാണ്. തുടർന്ന് നമ്മൾ വായിക്കുന്നത് 18 വാക്യത്തില് യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുമോ. ഇന്ന് രാവിലെ ഈ ഒരു ചിന്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുമോ.
എന്തുകൊണ്ട് യോസേഫ് ഇങ്ങനെയുള്ള പരിശോധനയിലൂടെ കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു? അതിനുള്ള ഉത്തരം നമുക്കിവിടെ 12-ാം വാക്യത്തിൽ കാണുന്നത്, ദൈവത്തിന്റെ അരുളപ്പാടിനാൽ ദൈവം അവന് ശോധന വരുത്തി എന്നുള്ളതാണ്. ദൈവം യോസേഫിന്റെ ജീവിതത്തിൽ ഈ പരിശോധനയിലൂടെ അവനെ കടത്തിവിട്ടു. ഇവിടെ ആ കാരാഗ്രഹത്തിൽ അവൻ അനുഭവിച്ച ആ യാതനയെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിലും ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അനേക പരിശോധനയിൽ കൂടെ കടന്നു പോകുവാനായിട്ട് ദൈവം യോസേഫിനെ അനുവദിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യോസേഫിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിലാണല്ലോ. അവിടെ നിന്ന് വായിക്കുന്നത് 37-ാം അധ്യായത്തിന്റെ ആരംഭത്തെ വാക്യങ്ങളിൽ, അവന് 17 വയസ്സായപ്പോൾ അവൻ തന്റെ സഹോദരന്മാരോട് കൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തന്റെ അപ്പന്റെ ഭാര്യമാരായ ദിൽഹയുടെയും സിൽപ്പയുടെയും പുത്രന്മാരോട് കൂടെ ഇരുന്ന്, അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു യോസേഫ്. തന്റെ അപ്പന്റെ ഭാര്യമാരായ ദിൽഹയുടെയും സിൽപ്പയുടെയും ആ പുത്രന്മാരോട് കൂടെ ഇരുന്നു എങ്കിൽ തന്നെയും അവരുടെ പ്രവൃത്തികളിൽ കൂട്ടാളി ആയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കാരണം നമ്മളോട് താഴോട്ട് വായിക്കുന്നുണ്ട്, അവരെ കുറിച്ചിട്ടുള്ള ദുശ്രുതി യോസേഫ് അപ്പനോട് വന്ന് പറഞ്ഞതായിട്ട് നമ്മൾ വായിക്കും. അപ്പോൾ അങ്ങനെ ഒരു നല്ല വ്യത്യസ്തനായ വ്യക്തിയായിട്ട് യോസേഫിന്റെ ചെറുപ്പത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല, താഴോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് അവനെ ഈ അപ്പൻ ആ നിലയെങ്കി ഉണ്ടാക്കി അവന് കൊടുത്തതുകൊണ്ട്, താഴോട്ട് നമ്മൾ വരുമ്പോൾ 4-ാം വാക്യങ്ങൾ വായിക്കുന്നു, അവന്റെ സഹോദരന്മാർ അവനെ പകച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ വീട്ടിലായിരിക്കുമ്പോൾ തന്നെ സഹോദരന്മാരുടെ പകയ്ക്ക് വിധേയനായ ഒരു വ്യക്തി, അവനോട് സമാധാനമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതൊക്കെയാണ് യോസേഫിന്റെ ചരിത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇത് സ്വപ്നം പറയുന്നതിന് മുമ്പാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ അപ്പൻ അവനെ സ്നേഹിച്ചതുകൊണ്ടും അവന് നിലയെങ്കിൽ ഉണ്ടാക്കി കൊടുത്തതുകൊണ്ടും സഹോദരന്മാർ അവനെ പകച്ചു, അവനോട് സമാധാനമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. തുടർന്നാണ് യോസേഫിന് ദൈവം ഒരു സ്വപ്നം നൽകിയതായിട്ട് നമ്മൾ കാണുന്നത്. ആ സ്വപ്നം വിവരിച്ചപ്പോൾ നമുക്കറിയാം, സ്വപ്നവും അതിന്റെ അർത്ഥമൊക്കെ നമുക്കറിയാം, അത് യോസേഫ് അവരോട് വിവരിച്ചതായിട്ട് നമുക്കറിയാം. എന്നാൽ അതിന്റെ താഴോട്ട് നമ്മൾ വരുമ്പോൾ 11-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് യോസേഫ് ആയിരുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അനുസരണയുള്ള ഒരു മകനായിരുന്നു യോസേഫ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ സഹോദരന്മാർ ആടുകളെ മേയ്ക്കാനായിട്ട് ഷെക്കേമിൽ പോയപ്പോൾ അപ്പൻ യോസേഫിനോട് പറയുന്നുണ്ട്, നീ പോയി നിന്റെ സഹോദരന്മാർ ഷെക്കേമിൽ ആട് മേയ്ക്കുന്നുണ്ടല്ലോ, വരിക, ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കും എന്ന് പറഞ്ഞു. അതിനവൻ ഞാൻ പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൻ പറഞ്ഞത് പൂർണ്ണമായിട്ടും അനുസരിക്കുന്ന ഒരു മകനായിട്ട് യോസേഫിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഷെക്കേമിൽ പോയി അവിടെ അവരെ കണ്ടില്ല, ദോഥാനിൽ പോയി അവരെ അന്വേഷിക്കാനായിട്ടും അതിനുവേണ്ടി തയ്യാറുള്ള ഒരു വ്യക്തിയായിട്ട് യോസേഫിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിലൂടെയാണ് യോസേഫ് കടന്നുപോയത്. തുടർന്നുള്ള ചരിത്രമൊക്കെ നമുക്കറിയാം. അവിടെ യോസേഫ് ഇവരെ അന്വേഷിച്ച് വരുന്ന കാണുമ്പോൾ ഈ സഹോദരന്മാർ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടുവരട്ടെ. അവർ പറയുകയാണ്, അവർ 18-ാം വാക്യം 37-18, അവർ അവനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്ത് വരുന്ന മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള ഭാഗമായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുന്നത്. ആ സഹോദരന്മാര് അവരവനെ പകച്ചു, അവർക്ക് അവനോട് അസൂയ ഉണ്ടായി. ഇപ്പോൾ നമ്മൾ ദൂരത്ത് വെച്ച് തന്നെ അവനെ കണ്ടിട്ട് അവന് വിരോധമായിട്ട് ദുരാലോചന ചെയ്തതായിട്ട്, അവനെ കൊല്ലുവാനായിട്ട്, അവനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ദുരാലോചന ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ ഒരു അവസ്ഥയിൽ അപ്പോഴാണ് യോസേഫ് അവരുടെ അടുത്തേക്ക് വരുന്നത്. അവരോട് അവനെ കുറിച്ച് അവനെ വിളിക്കുന്ന 19-ാം വാക്യത്തില്, അതാ സ്വപ്നക്കാരൻ വരുന്നു. അതും അവനെ പരിഹസിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ്. എന്നാൽ തുടർന്ന് പറയുന്ന കാര്യങ്ങള് ഒന്ന് നോക്കുക. 20-ാമത്തെ വാക്യത്തില് 19-ാമത്തെ വാക്യത്തില്, അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവിൻ, നാം അവനെ കൊന്ന് ഒരു കുഴിയിലിട്ട് കളക. 20-ാം വാക്യം, അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. ഇതുവരെ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ യോസേഫിന് വിരോധമായിട്ടുള്ളതായിരുന്നു, അല്ലെങ്കിൽ യോസേഫിനെതിരായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ അവര് ഈ 20-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് ആർക്കെതിരായിട്ടുള്ളതാണ്? അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞത് ആർക്കെതിരായിട്ടാണ്?
ദൈവമാണ് യോസേഫിന് ഈ ഒരു ദർശനം കൊടുത്തത്, അല്ലെങ്കിൽ സ്വപ്നം കൊടുത്തത് എന്നുള്ളത് നമുക്കറിയാം. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പഴയ നിയമകാലത്ത് ദൈവം ഭാഗമായിട്ടും വിവിധമായിട്ടും ഒക്കെയാണ് തന്റെ അരുളപ്പാടുകൾ തന്റെ ഭക്തന്മാരെ അറിയിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ യോസേഫിനെ ദൈവം തന്റെ ഹിതം വെളിപ്പെടുത്തിയത് ഈ സ്വപ്നത്തിൽ കൂടിയായിരുന്നു. ഈ സഹോദരന്മാർ പറയുന്നത് അവന്റെ സ്വപ്നങ്ങൾ എന്താകും എന്ന് പറഞ്ഞാൽ അവരെ ആർക്കെതിരായി സംസാരിക്കാനായിട്ട് ആരംഭിച്ചത്. എത്രയോ ദുഃഖകരമായ ഒരു കാര്യമാണ് അവിടെ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. തുടർന്ന് നമ്മളത് കാണാൻ ചരിത്രം നമുക്കറിയാം. അവനെ ആ പൊട്ടക്കുഴിയിൽ ഇട്ടതും തുടർന്ന് യഹൂദയുടെ നിർദ്ദേശപ്രകാരം അവര് ദൂരത്ത് വെച്ച് വിദ്യാലയ കച്ചവടക്കാര് കടന്നു പോകുമ്പോൾ കണ്ടിട്ട് 20 വെള്ളിക്കാശിന് യോസേഫിനെ അവർക്ക് വിറ്റ് കളഞ്ഞു. അവിടെ യോസേഫിന്റെ പ്രതികരണം എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ, രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഉൽപ്പത്തി പുസ്തകം ഒടുവിലത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ യോസേഫിന്റെ പ്രതികരണം നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നാം അവന്റെ സങ്കടം കേട്ടാറ്, അവന്റെ പ്രാണസങ്കടം കേട്ടാറ്, അവന്റെ നിലവിളി കേട്ടിട്ട് നമ്മളന്ന് ഒന്നും ചെയ്തില്ലല്ലോ എന്ന് സഹോദരന്മാർ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ഈ മിഥ്യാലയ കച്ചവടക്കാർക്ക് ഇവരെ വിൽക്കുവാനായിട്ട് അവരവന്റെ നിലയിൽ ഊരി അവനെ ഒരു അടിമയായിട്ട് ഈ മിഥ്യാലയർക്ക് വിൽക്കുമ്പോൾ ആ യോസേഫ് അവരോട് നിലവിളിച്ച് അപേക്ഷിച്ചു, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അവന്റെ നിലവിളിക്ക് ചെവി കൊടുക്കാതെ, അവന്റെ പ്രാണസങ്കടത്തിന് ചെവി കൊടുക്കാതെ സഹോദരന്മാർ അവനെ വിറ്റ് കളഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എത്രയോ ദുഃഖകരമായ ഒരു അവസ്ഥ. ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാനായിട്ട് ദൈവം അവനെ അനുവദിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെയുള്ള പരിശോധനയിൽ കൂടെ നമ്മെ കടത്തിവിടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യോസേഫിന്റെ ജീവിതത്തില് ഇവിടെ നാം 105 സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ യഹോവയുടെ അരുളപ്പാടിനാൽ അവന് ശോധന വന്നു. അതിന്റെ തൊട്ടുമുള്ള സെന്റൻസ് നമ്മൾ വായിക്കുന്നത് യഹോവയുടെ വചനം നിവൃത്തിയാകുകയും. അപ്പോൾ യഹോവയുടെ വചനം നിവൃത്തി, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഉദ്ദേശം യോസേഫിന്റെ ജീവിതത്തിൽ നിവൃത്തിയാകുവോളം ദൈവം തന്നെയാണ്, ദൈവത്തിന്റെ അരുളപ്പാടിലാണ് ഈ പരിശോധന അവന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. യോസേഫിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം നിവൃത്തിയാകും വരെ, അല്ലെങ്കിൽ ദൈവിക ഉദ്ദേശം നിവൃത്തിയാകുന്നത് വരെ ദൈവത്തിന്റെ അരുളപ്പാടിനാൽ അവൻ ഈ ശോധനയിൽ കൂടെ കടന്നു പോകാനായിട്ട് ഇടയായി. പ്രിയമുള്ളവരെ, ഇതേ കാര്യം തന്നെയല്ലേ യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. എന്റെ പ്രിയ സഹോദരന്മാരെ, 2-3 വാക്യം നമുക്ക് വായിക്കാം. യാക്കോബിന്റെ ലേഖനം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരമാക്കുന്നുവെന്നറിഞ്ഞ് അതശേഷം സന്തോഷം എന്നുള്ളൂ. അടുത്ത വാക്യം. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. വിശ്വാസത്തിന്റെ പരിശോധന ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നാം ഏത് രീതിയിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ടതിന് വേണ്ടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില പരിശോധനകൾ അനുവദിക്കും. ഒരു ട്രാൻസ്ലേഷൻ ഞാൻ ഇങ്ങനെയാണ് വായിച്ചത് 105 സങ്കീർത്തനത്തില്, ഗോഡ് ടെസ്റ്റഡ് ജോസഫ്സ് ക്യാരക്ടർ. ദൈവം യോസേഫിന്റെ സ്വഭാവം പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടി അവനെ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ദൈവം യോസേഫിന്റെ സ്വഭാവം പരിശോധിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കാനായിട്ട് ആവശ്യമുണ്ട്. ഏതെങ്കിലും സമയത്ത് ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷന് വിധേയരായിട്ടുള്ളവരാണല്ലോ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പേര്. ഓപ്പറേഷന് മുമ്പായിട്ട് സാധാരണ ഒരു സമ്മതപത്രം ഒപ്പിടാനായിട്ട് തലേദിവസം വരും ഡോക്ടർമാര്, അല്ലേ? ഇവിടെ ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഇരിക്കുന്നുണ്ട്, പല മേജർ ഓപ്പറേഷൻസ് കഴിഞ്ഞാൽ ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു പക്ഷേ അനസ്തെറ്റിസ്റ്റ് വരും, മയക്കുന്ന ഡോക്ടർ വരും, മറ്റു ഡോക്ടർമാരൊക്കെ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒപ്പുവഴിക്കും. ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കുക, ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന സർജൻ വന്നിട്ട് നാളെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പോകുന്ന ആയുധങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടൊന്ന് കാണിച്ചിട്ട് ഇനി ഒന്ന് ഒപ്പിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പേര് ആ ആയുധങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെയാണ് നാളെ നിങ്ങളുടെ മേൽ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഇത് കാണിച്ചു തന്നാല് വളരെ ഭയാനകമായ ഉപകരണങ്ങളാണ് ഒരുപക്ഷെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കേണ്ടി വരിക. എന്നാൽ എന്തിനു വേണ്ടി അത് ഉപയോഗിക്കുന്നത്?
നാം കൂടുതൽ പ്രയോജനമുള്ളവരായിട്ട് നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കുവാനായിട്ട് നമ്മുടെ ശരീരത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ആ കാര്യങ്ങൾ നാം ചെയ്യുന്നത്. എന്നാൽ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. കാരണം അത് നമുക്ക് കണ്ടാൽ നമുക്കത് അംഗീകരിക്കാനായിട്ട് പ്രയാസമുള്ള കാര്യമായിരിക്കും. ഇവിടെ യോസേഫിന്റെ ജീവിതത്തിൽ അവൻ കടന്നു പോകുവാനായിട്ട് ദൈവം അനുവദിച്ച സാഹചര്യങ്ങൾ, ഈ മിഥ്യാന്യ കച്ചവടക്കാർക്ക് അവനെ 20 വെള്ളിക്കാശിന് വിറ്റു. അവർ ഒരു പക്ഷെ വിചാരിച്ചു കാണും, നമുക്കിവന് 25 വെള്ളിക്കാശിനോ അല്ലെങ്കിൽ 30 വെള്ളിക്കാശിനോ വെച്ചാൽ കുറച്ച് കാശ് ലാഭം ഉണ്ടാക്കാമെന്നായിരിക്കും അവർ വിചാരിച്ചത്. സഹോദരന്മാർ വിചാരിച്ചു അവന്റെ ആ പരിപാടി തീർന്നു, സ്വപ്നക്കാരന്റെ പരിപാടി കഴിഞ്ഞു എന്ന് അവരും വിചാരിച്ചു. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി അവസാനിച്ചോ? ദൈവത്തിന്റെ പദ്ധതി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ മിഥ്യാന്യ കച്ചവടക്കാര് അവര് മിസ്രൈമിലെ അവിടുത്തെ പൊത്തിഫേറിന് യോസേഫിനെ വിറ്റതായിട്ട് നമ്മൾ വായിക്കുന്നു. സഹോദരന്മാര് അവിടെ ഒരു ദുഷ്ടത ചെയ്തു, അവരെ ഒരു വ്യാജം കാണിച്ചു. അവരെ ആ നിലയെങ്കിൽ ഒരു മൃഗത്തെ കൊന്ന് അതിന്റെ രക്തത്തിൽ മുക്കി യാക്കോബിനെ കൊണ്ടുപോയി കാണിച്ചതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. യാക്കോബ് തന്റെ മകനെ കുറിച്ച് ഏറിയ നാൾ ദുഃഖിച്ചുകൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കും. തുടർന്നുള്ള ചരിത്രം ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മിദ്യാന്യർ ഈ പൊത്തിഫേറിനെ അവനെ വിറ്റു. പൊത്തിഫേറിന്റെ ഭവനത്തിൽ ചില നാളുകൾ യോസേഫ് ആയിരുന്നു. അവിടെ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ചിന്തയിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരട്ടെ. പൊത്തിഫേറിന്റെ ഭവനത്തിലായിരുന്നപ്പോൾ 39-ാം അധ്യായം അതിന്റെ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. 39-ന്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അതുകൊണ്ട് യോസേഫ് അവൻ ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവൻ അവനെ ഗ്രഹവിചാരകനാക്കി, ഭരിക്കുന്നതൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവിടെ നോക്കുക, വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. അവനെ അല്ലെങ്കിൽ പൊത്തിഫേർ യോസേഫിനെ ഗ്രഹവിചാരകനാക്കി, തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇനി ചില നാളുകൾക്ക് ശേഷം ഫറവോന്റെ ഗ്രഹവിചാരകനായിട്ട് തീരുമാനമായിട്ടുള്ളവനാണ്. എന്നാൽ യോസേഫിനെ ഇപ്പോൾ അറിഞ്ഞുകൂടാ. പൊത്തിഫേറിന്റെ ഭവനത്തില് അവനെ ഗ്രഹവിചാരകനാക്കിയപ്പോൾ ആ കാര്യം വിശ്വസ്തയോടുകൂടെ ചെയ്യുന്ന യോസേഫിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ വിശ്വസ്തയോടുകൂടി നിന്നു. ദൈവത്തിന്റെ സാന്നിധ്യം അവൻ എപ്പോഴും അനുഭവിച്ചു എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ദാസനായിട്ട് പൊത്തിഫേറിന്റെ ഭവനത്തിലായാലും കാരാഗ്രഹത്തിൽ കിടന്നാലും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആവർത്തിച്ച പ്രയോഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യഹോവ അവനോട് കൂടെ, ദൈവം അവനോട് കൂടെ. ദൈവിക സാന്നിധ്യത്തിൽ എപ്പോഴും ജീവിച്ച ഒരു വ്യക്തി, ആ പൊത്തിഫേറിന്റെ വീട്ടിൽ ഗ്രഹവിചാരകനായി വിശ്വസ്തയോടുകൂടി അതിൽ തുടർന്ന വ്യക്തി. അവിടെ അവനെ 5-ാം വാക്യം നമ്മൾ വായിക്കുന്ന, അവൻ തന്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയത് മുതൽ യഹോവ യോസേഫിന്റെ നിമിത്തം മിസ്രയീമിന്റെ വീട്ടിൽ അനുഗ്രഹിച്ചു. ആ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ചിന്ത പ്രത്യേകമായിട്ട് അവിടെ ഇപ്പോൾ പൊത്തിഫേറിന്റെ വീട്ടിൽ ഗ്രഹവിചാരകനായി ഇരിക്കുമ്പോൾ അതിൽ വിശ്വസ്തയോടുകൂടെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് വിശ്വസ്തനായി നിന്ന യോസേഫിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തുടർന്നുള്ള ചരിത്രം നമുക്കറിയാം. അടിമയായിരുന്നെങ്കിലും ആ വീട്ടിൽ നിന്ന് പ്രത്യേക സാഹചര്യത്തിൽ ഓടിപ്പോയ യോസേഫ്, എന്നാൽ തുടർന്നാണ് നമ്മൾ വായിക്കുന്നത് അവനെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കി. രാജാക്കന്മാരുടെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിൽ അവനെ ആക്കി. എന്നാൽ വളരെ എത്ര നാൾ കഴിഞ്ഞ് നമുക്ക് അറിഞ്ഞുകൂടാ. 39-ന്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു, കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. കാരാഗ്രഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗ്രഹ പ്രമാണി യോസേഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. നോക്കുക, ദൈവത്തിന്റെ പ്രവൃത്തി നോക്കുക. അവിടെ കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് കൃപ തോന്നി. കാരാഗ്രഹത്തിലെ ബദ്ധന്മാരെ ഇപ്പോൾ യോസേഫിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. യോസേഫിനെ ദൈവം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? ഇസ്രായേലിനെ അധിപതിയാക്കുവാനായിട്ട്. അവിടെയാണ് യോസേഫിന്റെ ശുശ്രൂഷയെ തുടരാനായിട്ടുള്ളത്. ദൈവത്തിന്റെ പ്രവൃത്തി എത്രയോ അത്ഭുതമാണ്. നമ്മൾ 105-ാം സങ്കീർത്തനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോശയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലെ. മോശയെ ദൈവം എവിടെ ട്രെയിൻ ചെയ്തേ? മിസ്രൈമിലെ രാജകൊട്ടാരത്തില്, തുടർന്ന് മരുഭൂമിയില്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ ജനത്തെ ഇസ്രായേലിൽ നിന്ന് കനാൻ ദേശത്തേക്ക് നയിക്കുവാനായിട്ട് ദൈവം മോശയെ ഒരുക്കി. യോസേഫിന്റെ ജീവിതത്തില് ദൈവം യോസേഫിനെ ആ ഭവനത്തില് അവിടുത്തെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കി. തുടർന്ന് കാരാഗ്രഹത്തില്, പൊത്തിഫേറിന്റെ വീട്ടില്, അതിനുശേഷമാണ് ഇസ്രായേലിനെ അധിപതിയാക്കി അവിടെ തീർക്കുന്നത്. അപ്പോൾ അവിടെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ദൈവം യോസേഫിന് വിവിധ സാഹചര്യങ്ങൾ ഒരുക്കിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് ദൈവം പ്രവർത്തിക്കുന്നത് ദൈവിക ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാനായിട്ടാണ് എന്നുള്ളത് ഓരോ നിമിഷവും നമ്മൾ ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന ആളുകൾ
മറ്റു സാഹചര്യങ്ങളിലൊക്കെയും ദൈവത്തിന്റെ കരം അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നു. നാം വിശ്വസ്തരാണെങ്കിൽ, നാം ദൈവമാകെ വിശ്വസ്തയോടുകൂടെ നിൽക്കുന്നുവെങ്കിൽ, നാം ദൈവത്തിന്റെ ആയിട്ടാണെന്ന് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. നാം അങ്ങനെ തുടരുന്നുവെങ്കിൽ ദൈവിക ഉദ്ദേശം നാം നേരത്തെ വായിച്ചതുപോലെ യഹോവയുടെ അരുളപ്പാടിനാൽ ദൈവത്തിന്റെ വചനം അവന്റെ ജീവിതത്തിൽ നിവൃത്തിയാകുമോ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യഹോവ അവനോട് കൂടി ഇരുന്നു, അവൻ ചെയ്തൊക്കെ സഫലമാക്കുകൊണ്ട് അവന്റെ കൈക്കീഴിലുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. തുടർന്നുള്ള ചരിത്രം നമുക്ക് പെട്ടെന്ന് അറിയാം. അവിടെ ആ കാരാഗ്രഹത്തിലേക്ക് ഒരുപക്ഷെ കൊട്ടാരത്തിലുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ടായിരിക്കാം പാനപാത്രവാഹകനും അപ്പക്കാരുടെ പ്രമാണിയെ കൊണ്ടുവരികയാണ്. അവരോടുകൂടെ യോസേഫ് സംസാരിക്കുകയാണ്. അവരോടുകൂടെ പല കാര്യങ്ങളും മനസ്സിലാക്കി. അവർക്ക് സ്വപ്നത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുത്തു. അതിനെ തുടർന്ന് ആ പാനപാത്രവാഹകൻ തിരികെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. യോസേഫ് അവരോടൊരു അപേക്ഷ കൊടുക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്? അവിടെ ചെല്ലുമ്പോ ഫറവോനോട് എന്റെ കാര്യം ഒന്ന് പറയണം, എന്റെ കാര്യം ഒന്ന് അപേക്ഷിക്കണം, ഞാനിങ്ങനെ ഇവിടെ കാരാഗ്രഹത്തിൽ കിടക്കുന്നു എന്നുള്ള കാര്യം ഒന്ന് പറയണം. നമുക്കറിയാം ചരിത്രം. അത് പാനപാത്രവാഹകൻ അത് മറന്നുപോയി. ഒരുപക്ഷെ പാനപാത്രവാഹകൻ അത് പറഞ്ഞിരുന്നുവെങ്കിൽ, നമ്മൾ സാധാരണ ഓർക്കാറുണ്ട്, അവനെ കൊണ്ടുവന്ന് ഒരുപക്ഷെ കൊട്ടാരത്തിൽ ജോലി കൊടുക്കുമായിരുന്നു. അല്ലെങ്കിൽ യോസേഫിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും? അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി പോകുക എന്നുള്ളതായിരുന്നു. ഒരുപക്ഷെ അതിന് സന്തോഷത്തോടുകൂടി അവനെ തിരിച്ച് കനാൻ ദേശത്തേക്ക് അയക്കുമായിരുന്നു. എന്നാൽ ദൈവിക ഉദ്ദേശം ഇതൊന്നും ആയിരുന്നില്ല. ദൈവം ആ കാര്യങ്ങളുടെ മധ്യേ പ്രവർത്തിക്കാം. പാനപാത്രവാഹകൻ മറന്നുപോയി. എന്നാൽ ദൈവം മറന്നോ? ദൈവത്തിന്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കും. അവന് കാരാഗ്രഹത്തിൽ തുറക്കുവാൻ അധികാരമുള്ളവന് രാത്രി ഉറക്കം കൊടുക്കാതെ അവനും സ്വപ്നം കൊടുക്കുന്നവനാണ് ഈ ദൈവം. ആ ഫറവോനും ഒരു സ്വപ്നം കണ്ടു. എനിക്ക് തോന്നുന്നു 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ആ കാര്യം നടക്കുന്നത്. 17 വയസ്സുള്ളപ്പോൾ ഈ അവസ്ഥയിലായ യോസേഫ് ഫറവോന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് 30 വയസ്സാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം 13 വർഷക്കാലമാണ് ദൈവത്തിന്റെ ഈ പരിശോധനയിൽ കൂടെ യോസേഫ് കടന്നുപോയത്. അവിടെ ദൈവത്തിന്റെ സമയത്ത് ദൈവം കൃത്യസമയത്ത് പ്രവർത്തിക്കും. ഫറവോൻ ഇവിടെ ഇതാ സ്വപ്നം കണ്ടിരിക്കുകയാണ്, വ്യാഖ്യാനിക്കാനായിട്ട് ആരുമില്ല. അപ്പോഴാണ് ഈ പാനപാത്രവാഹകൻ ഓർക്കുന്നത്, യോസേഫിനെ ഓർക്കുന്നത്. ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്. ഉടനെ അവനെ കൊണ്ടുവന്നു. യോസേഫ് സാധാരണ പോലെയാണ് ഓരോ ദിവസം എഴുന്നേൽക്കുന്നത്. അന്ന് ശെഖേമെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ പോകുമ്പോഴും സാധാരണ പോലെ എഴുന്നേറ്റത്. അപ്പൻ പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പനെ അനുസരിച്ചു പോയി. തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളൊന്നും യോസേഫ് പ്രതീക്ഷിച്ചതല്ല. ഇവിടെ കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴും യോസേഫ് സാധാരണ പോലെ എഴുന്നേറ്റു. എന്നാൽ കഴിഞ്ഞ രാത്രിയാണ് ഫറവോന് സ്വപ്നം ഉണ്ടായത്. ഫറവോൻ ആളയച്ച് യോസേഫിനെ എത്രയും പെട്ടെന്ന് ഫറവോന്റെ മുമ്പാകെ കൊണ്ടുവരികയാണ്. ഫറവോന്റെ ആ സ്വപ്നം യോസേഫ് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവിടെ നമ്മൾ വായിക്കുന്നത് 41-ാം അധ്യായം അതിന്റെ 41-ന്റെ 37 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ഈ വാക്ക് ഫറവോനും അവന്റെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തിനെ കണ്ടുകിട്ടുമോ? പിന്നെ ഫറവോൻ യോസേഫിനോട് ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തിനുമില്ല. നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാകും. നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. ദൈവത്തിന്റെ പദ്ധതി നിറവേറുകയാണ് യോസേഫിന്റെ ജീവിതത്തില്. ദൈവത്തിന്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കുന്നു. ദൈവം ഫറവോന് സ്വപ്നം കൊടുക്കുന്നു. പെട്ടെന്ന് തന്നെ യോസേഫിനെ ആ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കുകയാണ്. ദൈവം അവനെ ആ ദൈവത്തിന്റെ ഉദ്ദേശം നടപ്പാക്കുവാനായിട്ട് ആ മിസ്രൈമ്യ രാജധാനിയിലെ അതിന്റെ അധികാരിയാക്കി ദൈവം അവനെ തീർക്കുകയാണ്. എന്നാൽ യോസേഫിന്റെ ചരിത്രം ഇതുകൊണ്ടും തീരുന്നില്ല. ഞാൻ ആ രണ്ടാമത്തെ ഒരു ഭാഗം കൂടെ വളരെ പെട്ടെന്ന് നിങ്ങളെ ഓർമ്മിക്കട്ടെ. യോസേഫിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചത് പ്രകാരം ദൈവത്തിന്റെ പരിശോധനയിലൂടെ അവൻ കടന്നുപോയി. ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുവോളം ദൈവം അവന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ യോസേഫിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം നിവൃത്തിയായിരിക്കുകയാണ്. അവൻ മിസ്രൈമിലെ അധികാരിയായി തീർന്നിരിക്കുകയാണ്. ഫറവോന്റെ തൊട്ട് താഴെ, രാജാവിന്റെ തൊട്ട് താഴെ ആ ദേശത്തിനൊക്കെയും അധികാരിയായിട്ട് യോസേഫ് തീർന്നിരിക്കുകയാണ്. എന്നാൽ യോസേഫിന്റെ സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ ഇനിയും ചില കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് ആവശ്യമുണ്ടായി. യോസേഫിന്റെ സഹോദരന്മാർ യോസേഫിനോട് ചെയ്ത ദ്രോഹം നമുക്കറിയാം. യോസേഫ് പഴയ നിയമത്തിലെ കർത്താവിന്റെ ഒരു ചിത്രമായിട്ട് നമുക്ക് കാണാനായിട്ട്, അല്ലെങ്കിൽ കർത്താവിന്റെ ഒരു നിഴലായിട്ട് നാം പലപ്പോഴും ചിന്തിക്കുന്നതാണ്.
യോസേഫിനെ ദൈവം എങ്ങനെ തന്റെ സഹോദരന്മാരെ തന്നോട് നിരപ്പിക്കാനായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ ചരിത്ര സംഭവത്തിന്റെ രണ്ടാം ഭാഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തന്നോട് ദ്രോഹം ചെയ്ത, തന്നെ ഉപദ്രവിച്ച, തന്നെ വിറ്റുകളഞ്ഞ സഹോദരന്മാരെ തന്നോട് നിരപ്പിക്കാനായിട്ട്, അതാണ് യേശു കർത്താവിന്റെ നിഴലായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏകനായി ആ മിസ്രൈം ദേശത്ത് കടന്നു വന്ന വ്യക്തി, എന്നാൽ ഇപ്പോൾ മിസ്രൈം ദേശത്തൊക്കെ അധിപതിയായി തീർന്നിരിക്കുകയാണ്. യോസേഫിന്റെ തന്നെ വാക്കുകള്, നിങ്ങൾ എന്നെ ഇവിടെ വിറ്റുകളഞ്ഞുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ജീവരക്ഷ നൽകുവാൻ ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായിട്ട് ഇങ്ങോട്ട് അയച്ചതാകും. ദൈവത്തിന്റെ പ്രവൃത്തി മനസ്സിലാക്കിയ ഒരു വ്യക്തി. എന്നാൽ ഇവിടെ സഹോദരന്മാരെ നിരപ്പിക്കാനായിട്ടും തന്നോട് നിരപ്പിക്കാനായിട്ട് ദൈവം യോസേഫിനെ ഉപയോഗിക്കുകയാണ്. നമുക്ക് ആ ചരിത്രം താഴോട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. യോസേഫിന് ഫറവോൻ കൊടുത്ത പേരായിരുന്നു എന്ത്? സാപ്നത്ത് പനേഹ്. ആ സാപ്നത്ത് പനേഹിനെയാണ് ദൈവം തന്റെ സഹോദരന്മാരെ തന്നോട് നിരപ്പിക്കാനായിട്ട് ഉപയോഗിച്ചത്. സാപ്നത്ത് പനേഹ് എന്നുള്ളത് ഒരു മിസ്രൈമ്യ വാക്കാണ്, പേരാണ്. അതിന്റെ അർത്ഥം ഞാൻ പല പുസ്തകത്തിലും തപ്പി, പല അർത്ഥങ്ങളും കാണുന്നുണ്ട്. എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ മുഴുവനായിട്ട്. ഒരർത്ഥം സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം നൽകുന്നവൻ എന്നുള്ളതാണ്. മറ്റൊരർത്ഥം രോഗങ്ങൾക്ക് സൗഖ്യം നൽകുന്നവൻ, അല്ലെങ്കിൽ ആ ഒരു അർത്ഥവും കൊടുക്കുന്നുണ്ട്. വേറൊരു അർത്ഥം കൊടുത്തിരിക്കുന്നത് ലോകരക്ഷകൻ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഏതൊക്കെയാണെങ്കിലും ഈ അർത്ഥങ്ങളൊക്കെ നമ്മുടെ യേശു കർത്താവിനും ചേർന്നതാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സാപ്നത്ത് പനേഹിനെ ദൈവം തന്റെ സഹോദരന്മാരെ തന്നോട് നിരപ്പിക്കാനായിട്ട് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവര് ആദ്യത്തെ പ്രാവശ്യം നമുക്കറിയാം ക്ഷാമം വർദ്ധിച്ചു, കനാൻ ദേശത്തും ക്ഷാമമുണ്ടായി. ഈ യോസേഫിന്റെ സഹോദരന്മാര് ഈ ധാന്യം കൊള്ളുവാനായിട്ട് ഇസ്രയേലിലേക്ക് വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് യോസേഫ് അവരോട് ഇടപെട്ടത് എന്നുള്ളത് നമുക്ക് വായിക്കാം. 42-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 42-ന്റെ 7-ാമത്തെ വാക്യം. യോസേഫ് തന്റെ സഹോദരന്മാരെ കണ്ടാറ് അവരെ അറിഞ്ഞെങ്കിലും അറിയാത്ത പാവം നടിച്ച് അവരോട് കഠിനമായി സംസാരിച്ചു. നോക്കുക, ഇവിടെ യോസേഫ് തന്റെ സഹോദരന്മാരെ തന്നോട് നിരപ്പിക്കാനായിട്ടുള്ള തന്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഒന്നാമത് നാം കാണുന്നത് എന്താണ്? അവരോട് കഠിനമായി സംസാരിച്ചു. യോസേഫ് അവരെ അറിഞ്ഞു, അവർ യോസേഫിനെ അറിഞ്ഞിട്ടില്ല. കാരണം യോസേഫ് ഇപ്പോൾ മിസ്രൈം ദേശത്തിനൊക്കെ അധിപതിയാണ്. എന്നാൽ യോസേഫിനെ ഇവരെ മനസ്സിലായി, കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. യോസേഫ് അവരെ അറിഞ്ഞു, എന്നിട്ട് അവരോട് കഠിനമായി സംസാരിച്ചു. എന്തിനു വേണ്ടിയാണ് കഠിനമായിട്ട് സംസാരിച്ചത്? ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണോ? ഇവരെ ഇല്ലാതാക്കാനായിട്ടാണോ? അല്ല, ഇവരെ തന്നോട് നിരപ്പിക്കാനായിട്ടാണ് യോസേഫ് അവരോട് കഠിനമായി സംസാരിച്ചത്. ഇവര് സത്യം തുറന്നു പറയാനായിട്ട്, അതായത് അനുതാപത്തോടും യഥാർത്ഥ മനസ്സാന്തരത്തോടും അനുതാപത്തോടും കൂടെ മടങ്ങി വരണം എന്നുള്ള ആഗ്രഹത്തിലാണ് യോസേഫ് അവരോട് കഠിനമായി സംസാരിച്ചത്. അതാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവരോട് വളരെ കഠിനമായി സംസാരിക്കുക, അറിയാത്ത ഭാവം നടിച്ച് അവരോട് കഠിനമായി സംസാരിച്ചു. അവര് 90% സത്യം പറയുന്നുണ്ട്. ഞങ്ങൾ ഒരാളുടെ മക്കള്, ഞങ്ങൾ 12 പേരുണ്ട്, ഒരുത്തൻ അപ്പന്റെ അടുത്തുണ്ട്, ഒരുത്തൻ ഇപ്പോൾ ഇല്ല. ആ കാര്യം മാത്രം മുഴുവനായിട്ട് അവർ പറയുന്നില്ല. ഒരുവിധം സത്യങ്ങളൊക്കെ പറഞ്ഞു. നിരപ്പ് പൂർത്തിയായോ? തുടർന്നുള്ള ചരിത്രമൊക്കെ നമുക്കറിയാം. യോസേഫ് ഈ സഹോദരന്മാരെ ധാന്യമൊക്കെ കൊടുത്ത് അവരോട് പറഞ്ഞു, അവരോട് വളരെ കഠിനമായിട്ട് യോസേഫ് അവരോട് ഇടപെട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ഒറ്റുകാരാണ്, ഞാൻ നിങ്ങളെ പരീക്ഷിക്കും, നിങ്ങളുടെ ഇളയ സഹോദരൻ ഇവിടെ വന്നല്ലാതെ ഫറവോനാണ് ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കുകയില്ല എന്ന് പറഞ്ഞ് അവരോട് വളരെ കഠിനമായിട്ട് ഇടപെട്ടതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ സഹോദരന്മാർ തമ്മിൽ പറയുകയാണ്. അവർക്ക് അറിഞ്ഞൂടെ യോസേഫിന് ഇവരുടെ ഭാഷ മനസ്സിലാവുന്നത്. നമ്മൾ വായിക്കുന്നുണ്ട് 24-ാം വാക്യത്തില് 21-ാം വാക്യത്തിൽ, ഇത് നമ്മുടെ സഹോദരന്മാരോട് നാം ചെയ്ത ദ്രോഹമാകുന്നു, സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. ഇവിടെയാണ് നമ്മൾ ആ പ്രയോഗം കാണുന്നത്. അവൻ നമ്മളോട് കെഞ്ചിയപ്പോൾ. എപ്പോഴാണ് സംഭവിച്ചത്? മിദ്യാനിയരെ വിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പൊട്ടക്കിണറ്റിൽ ഇടുന്ന സമയത്ത്, അവന്റെ നിലയ്ക്ക് വലിച്ചുകൂടി അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയപ്പോൾ, അല്ലെങ്കിൽ മിദ്യാനിയർക്ക് വിൽക്കുമ്പോൾ. ഇവിടെ യോസേഫിന്റെ വാക്കുകൾ ഇവിടെ സഹോദരന്മാര് പറയുകയാണ്, അവൻ നമ്മളോട് കെഞ്ചിയപ്പോൾ നാം അവന്റെ പ്രാണസങ്കടം കണ്ടാറേയും അവന്റെ അപേക്ഷ കേട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു എന്ന് അവർ തമ്മിൽ പറയുകയാണ്.
യോസേഫിന് ഇത് മനസ്സിലാകുന്നുണ്ട്, എന്നാൽ സഹോദരന്മാർക്ക് അറിഞ്ഞുകൂടാ യോസേഫിന് ഇത് മനസ്സിലാകുന്നുണ്ടെന്ന്. ഇപ്പോൾ ഇത് അവന്റെ രക്തം നമ്മളോട് ചോദിക്കുന്നുവെന്ന് അവരോട് പറഞ്ഞു. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം തുടർന്നുള്ള സംഭവം. ഇവർ തിരിച്ചുപോയി, ശിമയോനെ മാത്രം അവിടെ തടവിലാക്കിയിട്ട് ഇവർ തിരിച്ചുപോയി. അവിടെ ചെന്ന് അപ്പന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഈ രണ്ടാം പ്രാവശ്യം പോകുമ്പോൾ ഇനി യഹൂദ പറയുന്നുണ്ട്, ബെന്യാമീനെ കൊണ്ടുപോയില്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് ഇനി പോകാനായിട്ട് പറ്റില്ല. ക്ഷാമം കഠിനമായി തീർന്നിരിക്കുകയാണ്. ഇവർക്ക് ധാന്യം കൊള്ളുവാനായിട്ട് വേറെ ഒരു മാർഗവുമില്ല. ഇസ്രായേലിൽ മാത്രമേ ധാന്യമുള്ളൂ. അപ്പൻ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ പോകുമ്പോ എന്ത് ചെയ്യണം? നിങ്ങളുടെ പാത്രങ്ങളില് സുഗന്ധപശ, കുറെ തേൻ, സാമ്പ്രാണി, സന്നിനായകം, മോഡലണ്ടി, ബദാമണ്ടി, ഇങ്ങനെ ദേശത്തിലെ വിശേഷ വസ്തുക്കളൊക്കെ കൊണ്ടുപോയി ആ അധിപതിക്ക് കാഴ്ച വെക്കും. എന്നാൽ അധിപതി ഇവരോട് കഠിനമായി ഇടപെടുന്നത് ഈ കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ല. അതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് തന്റെ സഹോദരന്മാരെ തന്നോട് നിരപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ കാഴ്ച വെച്ചുകൊണ്ട് മാത്രം കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. അതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. താഴോട്ട് വരുമ്പോൾ അവിടെ ബെന്യാമീനെ കൂട്ടിക്കൊണ്ട് അവർ മിസ്രയീം ചെന്ന് യോസേഫിന്റെ മുമ്പാകെ നിൽക്കുകയാണ്. അവരോടുകൂടെ ബെന്യാമീനെ കണ്ടപ്പോൾ അവൻ തന്റെ ഗൃഹവിചാരകനോട് ഈ പുരുഷന്മാരെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് പോവുക. തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അവിടെ ആ വീട്ടിൽ വെച്ച് യോസേഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റ് കളഞ്ഞ നിങ്ങളുടെ സഹോദരനായ യോസേഫാണ് ഞാൻ. എന്നെ ഇവിടെ വിറ്റ് കളഞ്ഞതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായിട്ട് ദൈവമാണ് ഇങ്ങനൊരു കാര്യം പ്രവർത്തിച്ചത്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അതിന്റെ 43-ന്റെ നമ്മൾ വായിക്കുന്നത്, അതിനവൻ നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ അപ്പന്റെ ദൈവം തന്നെ നിങ്ങളുടെ ചാക്കിൽ നിങ്ങൾക്ക് നിക്ഷേപം തന്നിരിക്കും, നിങ്ങളുടെ ദ്രവ്യം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു ശിമയോനെയും അവരുടെ അടുക്കൽ പുറത്ത് കൊണ്ടുവന്നു. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവര് ഉച്ചയ്ക്ക് യോസേഫ് വരുമ്പോഴേക്കും അവർ കാഴ്ച ഒരുക്കി വെച്ചു, തങ്ങൾക്ക് ഭക്ഷണം അവിടെയെന്ന് അവർ കേട്ടിരുന്നു. യോസേഫ് വീട്ടിൽ വന്നപ്പോൾ അവർ കൈവശമുള്ള കാഴ്ച അകത്ത് കൊണ്ടുവന്നു അവന്റെ മുമ്പാകെ വെച്ചു, അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. അപ്പോ യോസേഫ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ വൃദ്ധൻ നിങ്ങളുടെ അപ്പൻ സൗഖ്യമായിരിക്കുന്നുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. താഴോട്ട് വരുമ്പോൾ നമ്മള് 45-ാം അധ്യായത്തില് യോസേഫ് പറയുന്ന വാക്കുകൾ നോക്കുക. അതിന്റെ 6-ാം വാക്യത്തില് 7-ാം വാക്യം, ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവം അത്ര എന്നെ ഇവിടെ അയച്ചത്. അവൻ എന്നെ ഫറവോന് പിതാവും അവന്റെ ഗ്രഹത്തിനൊക്കെയും യജമാനും മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയും ആക്കി. വലിയൊരു രക്ഷയാണ്. നോക്കുക, ഇവര് യോസേഫിനോട് ചെയ്ത് എത്ര വലിയ ക്രൂരതയായിരുന്നു. എന്നാൽ ആ ക്രൂരകൃത്യം വലിയ അനുഗ്രഹമാക്കി ദൈവം അത് തീർത്തു. പ്രിയമുള്ളവരെ, നമുക്കും ഇതേ കാര്യം തന്നെയാണ്. ഇന്ന് രാവിലെ നമ്മൾ അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പകരക്കാരൻ നമുക്ക് വേണ്ടി ക്രൂശിയാഗമായി തീർന്നു. ലോക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ നിന്ദ്യമായ ഒരു കാര്യം, ചരിത്ര സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ കാൽവരി ക്രൂശിൽ നടന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഓർക്കാനായിട്ട് കഴിയുന്നത് ലോക ചരിത്രത്തിലെ ആ ക്രൂര സംഭവം തന്നെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ സംഭവമാക്കി ദൈവം അത് തീർന്നു. പിശാചിന് പക്ഷെ വിചാരിച്ചാൽ അതെല്ലാം തീർന്നു എന്നുള്ളത്. എന്നാൽ ദൈവം ഏറ്റവും വലിയ അനേകർക്ക് രക്ഷയ്ക്ക് മുഖാന്തരമായി തീർന്നു ഒരു ചരിത്ര സംഭവമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശമരണത്തെ തീർക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളായിട്ടുള്ള അനേകരെ നമുക്കറിയുന്ന പോലെ ആ ക്രൂശിൽ ശരണപ്പെട്ട് ദൈവമക്കളെ തീർന്നവരാണ് ഇന്ന് രാവിലെ എന്റെ മുമ്പാകെ ഇരിക്കുന്നത്. ലോക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ദോഷകരമായ സംഭവത്തെ ദൈവം അനേകരുടെ രക്ഷയ്ക്കും അനുഗ്രഹത്തിനും മുഖാന്തരമാക്കി. ഇന്ന് രാവിലെ ഇതുവരെയും ഈ ക്രൂശിൽ ശരണപ്പെടാതെ ഇന്നും ആ ഇരുട്ടിൽ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ഓർപ്പിക്കട്ടെ, ഏകനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന
നമുക്ക് പകരക്കാരനായിട്ട് ക്രൂശ് യാഗമായി തീർന്ന ആ ദൈവകുഞ്ഞാടിൽ ശരണപ്പെടുക, ആ ക്രൂശ് മരണത്തിൽ ശരണപ്പെടുക എന്നുള്ളതല്ലാതെ നമുക്ക് രക്ഷയ്ക്കായിട്ട് വേറെ ഒരു മാർഗവും ഇല്ല. ആ കർത്താവിൽ ശരണപ്പെട്ട് ദൈവമക്കളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇവിടെ യോസേഫിന്റെ ജീവിതത്തിലും അതേ കാര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ സഹോദരന്മാർ തന്നോട് ചെയ്ത മഹാദോഷം ദൈവം അത് അനേകരുടെ രക്ഷയ്ക്ക് അത് മുഖാന്തരമാക്കി തീർത്തിരിക്കുകയാണ്. ഇവിടെ അവര് യോസേഫിനോട് നിരന്നു കഴിഞ്ഞപ്പോൾ നമ്മളവിടെ വായിക്കുന്നത് അതിന്റെ 14-ാം വാക്യം. അവിടെ വേറൊരു ഭാഗത്ത് വരുന്നുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്, ഇങ്ങോട്ട് അടുത്തു വരുവിൻ എന്ന് യോസേഫ് തന്റെ സഹോദരന്മാരോട് പറയുന്നുണ്ട്. ഇങ്ങോട്ട് അടുത്തു വരുവിൻ എന്ന്. അതിനുശേഷം നമ്മളോട് വായിക്കുന്നത് 45-ന്റെ 14-ാം വാക്യത്തില് അവൻ തന്റെ അനുജൻ ബെന്യാമിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ബെന്യാമിൻ അവനെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവൻ സഹോദരന്മാരെയൊക്കെയും ചുംബിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഏതൊരു കരം കൊണ്ടാണോ തള്ളി കൊട്ടക്കടച്ചിട്ടത്, അതേ കരത്തിന്റെ ഉള്ളിൽ ഇപ്പോൾ യോസേഫ് നിൽക്കുകയാണ്. അന്യോന്യം കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ആ നിരപ്പിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ അവിടെ നടക്കുകയാണ്. അതിനുവേണ്ടി ദൈവം യോസേഫിനെ അല്ലെങ്കിൽ ഈ സാപ്ലത്ത് പലതിനെ ഉപയോഗിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. ഏതൊരു കരങ്ങൾ കൊണ്ടാണോ അവനെ വിദ്യാലയത്തിൽ പിടിച്ചു കളഞ്ഞത്, അതേ കരത്തിനുള്ളിൽ യോസേഫ് ഇപ്പോൾ ഞെരിഞ്ഞമരുകയാണ്. ആ സഹോദരന്മാരെ കെട്ടിപ്പിടിച്ച് അവൻ ചുംബിച്ച് കളഞ്ഞു. തുടർന്ന് നടക്കുന്ന എന്താണ്? അതിന്റെ ശേഷം സഹോദരന്മാർ അവനുമായി സല്ലപിച്ചു. കൂട്ടായ്മയുടെ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. നിരപ്പ് വന്നപ്പോൾ പിന്നെ കൂട്ടായ്മ. അവനുമായി സല്ലപിച്ചു, അവനുമായി ഭക്ഷണത്തിലിരുന്നു, അവരൊരുമിച്ച് സന്തോഷിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയ മക്കളെ, നമുക്കും ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നമുക്ക്. കൃപയാണ് ദൈവമക്കളായി തീരുവാനായിട്ട് ദൈവം നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുകയാണ്. വലിയനായ ദൈവത്തോട്, പരിശുദ്ധനായ ദൈവത്തോട്, തന്റെ പുത്രന്റെ ക്രൂശിലെ മരണത്താൽ ദൈവത്തോട് നമ്മെ നിരപ്പിച്ചിരിക്കുകയാണ്. ആ അനുഗ്രഹിക്കപ്പെട്ട പദവിയിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവര് അപ്പനായി യാക്കോബിനെ കൂട്ടാനായിട്ട് കനാൻ ദേശത്തിൽ ചെന്നപ്പോൾ പോകുന്ന വഴിക്ക് യോസേഫ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ വഴി വെച്ച് ശണ്ട കൂടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് പറയുന്നുണ്ട്. അവരവിടെ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പനോട് പറഞ്ഞു, യോസേഫ് ജീവനോട് ഇരിക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത്, ആദ്യം അപ്പനത് വിശ്വസിച്ചില്ല. എന്നാൽ പുറത്തു വന്ന് നോക്കിയപ്പോ എന്താ കാണുന്നത്? മിസ്രൈമിലെ രഥങ്ങളും ഇത് സൈന്യമൊക്കെയാണ് അവിടെ കാണുന്നത്. അപ്പനെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് അങ്ങോട്ട് പോയത് എങ്ങനെയായിരുന്നു? ദരിദ്രന്മാരായിട്ട്, ഒന്നുമില്ലാത്തവരായിട്ട് പോയത്. ഇപ്പൊ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? രഥങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പനെ കൊണ്ടുപോകാനായിട്ട്. അത് കണ്ടപ്പോൾ നമ്മളോട് വായിക്കുന്നത്, യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. എന്റെ മകൻ ജീവനോടെ ഇരിക്കുന്നു, ഞാൻ പോയി അവനെ കാണും എന്ന് യാക്കോബോട് പറയുകയാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത് എത്രയോ സത്യമാണ്. നാം ഭാവികളായിരുന്നപ്പോൾ, ദൈവത്തോട് ശത്രുക്കളായിരുന്നപ്പോൾ, ദൈവം നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രൻ മുഖാന്തരം നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. കൃപയുടെ അത്യന്ത തലത്തെയാണ് നമ്മുടെ പേര് ദൈവം ചൊല്ലിയിരിക്കുന്നത്. കൃപയുടെ അത്യന്ത തലത്തിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലുമാണ് ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ഈ പദവിയിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ നാം അർഹരായിരുന്നു. ദൈവം നമ്മോട് കാണിച്ച വലിയ നിരപ്പിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തന്റെ സഹോദരന്മാരെ തന്നോട് നിരപ്പിക്കാൻ ദൈവം യോസേഫിനെ ഉപയോഗിച്ചതുപോലെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നമ്മെ ആ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് വേണ്ടി, പരിശുദ്ധനായ ദൈവത്തോട് നിരപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കി. യോസേഫിന് അപ്പൻ നൽകുന്ന അനുഗ്രഹത്തില് ഒടുവിലത്തെ അധ്യായത്തിലേക്ക് ദിവസം കടന്നു വരുമ്പോൾ നമ്മളോട് ആ വാക്യം ഒന്ന് വായിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. 49-ാം അധ്യായത്തില് പിതാവും ആ അപ്പൻ മരിക്കുന്നതിന് മുമ്പായിട്ട് യോസേഫിന് നൽകുന്ന അനുഗ്രഹമാണ്. അവിടെ 49-ാം അധ്യായത്തിൽ 22 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ, അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു, അവനോട് പൊരുതു. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോബിൻ വല്ലഭന്റെ കൈയാൽ ബലപ്പെട്ടു. ഇസ്രായേലിന്റെ പാവയായ ഉടയവന്റെ നാമത്താൽ തന്നെ. പ്രിയമുള്ളവരെ, എത്ര വലിയ ഒരു അനുഗ്രഹമാണ്. യഹോവയുടെ അരുളപ്പാടിനാൽ അവന് ശോധന വരും. യഹോവയുടെ വചനം അവന്റെ ജീവിതത്തിൽ നിറവേറുമ്പോൾ ദൈവം അവന്റെ ജീവിതത്തിൽ ചില പരിശോധനകൾ അനുഭവിച്ചു. എന്നാൽ ആത്യന്തികമായിട്ട് ദൈവത്തിന്റെ ഉദ്ദേശം യോസേഫിന്റെ ജീവിതത്തിൽ നിറവേറും. ഇന്ന് മാത്രമല്ല, തന്റെ സഹോദരന്മാരെ തന്നോട് നിരപ്പിക്കാനായിട്ട്
ദൈവം യോസേഫിനെ ഉപയോഗിക്കാനായിട്ട് ഇടയാക്കി. ഇവിടെ പറയുകയാണ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവ നൽകിയ ഫലപ്രദമായ ഒരു വൃക്ഷം. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എഴുതു, അതൊക്കെ ശരിയാണെങ്കിൽ തന്നെ ആത്യന്തികമായിട്ട് ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ വചനം അവന്റെ ജീവിതത്തിൽ നിറവേറുവാൻ, ദൈവം നാം മഹത്വപ്പെടുവാനായിട്ടും ഇടയാക്കി. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഈ നല്ലവനായ ദൈവത്തിന്റെ മക്കളായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നാം എപ്പോഴും ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുന്നതാണ്. ദൈവത്തിന്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നിറവേറുമ്പോൾ ദൈവം നമ്മെ ചില സാഹചര്യങ്ങളിൽ കൂടെ കടത്തിവിട്ടു എന്ന് പറഞ്ഞു. ഒരു പക്ഷെ രോഗങ്ങളായിരിക്കാം, ഒരു പക്ഷെ പ്രയാസങ്ങളായിരിക്കാം, അൺഎക്സ്പെക്ടഡ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതുപോലെ, പ്രിയ ചാർജ് കേട്ടതുപോലെ, തികച്ചും പ്രതീക്ഷിക്കാത്ത നേരം, ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരം ഒരു പക്ഷെ അങ്ങനെയുള്ള പരിശോധനയിലൂടെ ദൈവം നമ്മെ കടത്തിവിട്ടു എന്ന് പറഞ്ഞേക്കാം. എന്നാൽ ദൈവത്തിന്റെ കരം അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നു. തന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം, ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുൻപോട്ട് ജീവിക്കാൻ തക്കണം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ വലിയ നാമം